اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن أصدق الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الذين يحملون العرش ومن حوله يسبحون بحمد ربهم ويؤمنون به ويستغفرون للذين آمنوا ربنا وسعت كل شيء رحمة وعلما فاغفر للذين تابوا واتبعوا سبيلك وقهم عذاب الجحيم. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. ബഹുമാന്യരായ സഹോദരി സഹോദരന്മാരെ, സത്യവിശ്വാസികളെ, പരമകാരുണികനും കരുണാവാരിധിയുമായ അള്ളാഹുവിൻ്റെ ദീനീ വിധിവിലക്കുകളെ ജീവിതത്തിൻ്റെ എല്ലാ സമയ സന്ദർഭങ്ങളിലും പാലിച്ച് ഈ ലോകത്തോട് വിട പറയുന്ന നിമിഷം സ്വർഗം ഉറപ്പുവരുത്താൻ ഭാഗ്യം സിദ്ധിക്കുന്ന സന്മാർഗ സരണിയിലൂടെ നീങ്ങി അവൻ്റെ അനുഗ്രഹം ഇഹത്തിലും പരത്തിലും നേടിയെടുക്കുന്ന മുത്തഖീങ്ങളായ മുസ്ലിമീങ്ങളിൽ ഉൾപ്പെടണമേ എന്ന് എന്നെയും നിങ്ങളെയും ആമുഖമായി ഉണർത്തുകയാണ്, തഖ്വ കൊണ്ട് വസിയത്ത് ചെയ്യുകയാണ്. വിശുദ്ധ ഖുർആനിലെ 40-ാം അധ്യായം സൂറത്ത് ഗാഫിറിലെ, അതല്ലെങ്കിൽ സൂറത്തുൽ മുഅ്മിൻ, രണ്ട് പേരിൽ അധ്യായം അറിയപ്പെടുന്നു. സൂറത്തുൽ മുഅ്മിനിലെ 7-ാം സൂക്തമാണ് ആമുഖമായി ഓതി കേൾപ്പിച്ചിട്ടുള്ളത്. നമ്മൾ മദ്രസകളിൽ ഇസ്ലാം കാര്യങ്ങളിലും ഈമാൻ കാര്യങ്ങളിലും 11ഓളം വിഷയത്തെ പഠിച്ചിട്ടുണ്ട്, മനസ്സിലാക്കിയിട്ടുണ്ട്. അതിൽ അടിയുറച്ചു നിൽക്കുന്നു, പ്രവർത്തിക്കുന്നു, ജീവിക്കുന്നു. ഇസ്ലാം കാര്യങ്ങൾ 5ആണ്, ഈമാൻ കാര്യങ്ങൾ 6ആണ് എന്ന്. എന്നാൽ പിന്നീട് ആ ഈമാൻ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അഥവാ വിശ്വാസ കാര്യങ്ങളുടെ വിഷയത്തിൽ പലപ്പോഴും ആലോചനകളോ ചർച്ചകളോ നടത്താൻ സ്വാഭാവികമായി നമുക്ക് പറ്റാറില്ല പലർക്കും. എന്നാൽ ഇസ്ലാം കാര്യങ്ങൾ അനുഷ്ഠാന കാര്യങ്ങളായതുകൊണ്ട് തന്നെ ഷഹാദത്ത് കഴിഞ്ഞാൽ നമസ്കാരം നിരന്തരമായുണ്ട്, സക്കാത്ത്, നോമ്പ്, ഹജ്ജ്. ഈമാൻ കാര്യങ്ങളിൽപ്പെട്ട 6 കാര്യങ്ങളിലെ ഒന്ന് അള്ളാഹുവിലുള്ള വിശ്വാസം, രണ്ടാമത്തേത് മലക്കുകളിലുള്ള വിശ്വാസമാണ്. പിന്നെ പ്രവാചകന്മാരിലും വേദഗ്രന്ഥങ്ങളിലും അന്ത്യദിനത്തിലും ഖൈറും ഷർറും പടച്ച റബ്ബിൽ നിന്നാണെന്നുള്ള വിശ്വാസ കാര്യങ്ങൾ. 6 വിഷയങ്ങൾ. അപ്പൊ അതിലെ 2-ാം കാര്യം അള്ളാഹുവിലെ വിശ്വാസം കഴിഞ്ഞാൽ രണ്ടാമത്തേത് മലക്കുകളിലുള്ള വിശ്വാസമാണ്. മലക്കുകളിലുള്ള വിശ്വാസം ഗൈബിയാണ്, അദൃശ്യമായ ആ വിശ്വാസ കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ലാതെ യഖീനായി വ്യക്തമായി നമ്മൾ വിശ്വസിക്കുന്നുണ്ട്. എന്നാൽ മലക്കുകളും മനുഷ്യരും തമ്മിലുള്ള ബന്ധമുണ്ട്. നമുക്കിടക്ക് നമുക്ക് കാണുവാൻ കഴിയാത്ത പ്രകാശത്തിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ട അള്ളാഹുവിൻ്റെ പ്രത്യേകമായ പദവിയും മഹത്വവും ആദരവും നേടിയെടുത്ത മലായിക്കത്തുകൾ,
നമുക്കിടക്ക് പല ഉത്തരവാദിത്തങ്ങളുമായി അവരങ്ങനെ നിർവഹിച്ചു കൂടെയുണ്ട്. മലക്കുകളുമായി നിരന്തരമായ സമ്പർക്കം നമ്മുടെ ജീവിതത്തിലുണ്ട്, പക്ഷേ നമ്മൾ അത് അറിയുന്നില്ല. എന്നാൽ ആത്മീയമായി പ്രാമാണികമായി വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകളും പ്രവാചക വചനങ്ങളും മുന്നിൽ വെച്ചുകൊണ്ട് വിശ്വാസികളായ ആളുകൾക്ക് മലക്കുകളുമായുള്ള ബന്ധത്തിൽ, അതല്ലെങ്കിൽ മലക്കുകൾ വിശ്വാസികളുമായുള്ള ബന്ധത്തിൽ ഒരുപാട് നന്മകൾ നമുക്ക് ചെയ്തു തരുന്നുണ്ട്. അത് പ്രാർത്ഥനയായും പാപമോചന തേട്ടമായും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിർദ്ദേശം അനുസരിച്ചുള്ള ഹഫളത്ത് സംരക്ഷകരുമായിട്ട് അള്ളാഹു പല വിധത്തിലുള്ള ധർമ്മം മലക്കുകളെ ഏൽപ്പിച്ചിട്ടുണ്ട്. ആ ധർമ്മത്തെ സംബന്ധിച്ചുള്ള ചില കാര്യങ്ങൾ ഒന്നോ രണ്ടോ ഖുതുബയിലൂടെ മനസ്സിലാക്കുക ഉചിതമായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. വിശുദ്ധ ഖുർആനിലെ 40-ാം അധ്യായം സൂറത്ത് ഗാഫിറിലെ 7-ാം സൂക്തത്തിൽ മലക്കുകളുടെ അവർ നമുക്ക് വേണ്ടി നിർവഹിക്കുന്ന പാപമോചനവുമായി ബന്ധപ്പെട്ട വിഷയം അറിയിക്കുകയാണ്. അല്ലദീന യഹ്മിലൂനൽ അർശ, മലക്കുകൾ അവർ പടച്ച റബ്ബിന്റെ അർശ് വഹിക്കുന്നവരാണ്. പടച്ച റബ്ബിന്റെ അർശ് വഹിക്കുന്നവരായ മലായിക്കത്തുകളും ഒമൻ ഹൗലഹു, അതിന്റെ ചുറ്റിപ്പറ്റിയുള്ള മലായിക്കത്തുകളും യുസബ്ബിഹൂന ബിഹംദി റബ്ബിഹിം, അല്ലാഹു സുബ്ഹാനഹു വ തആലക്കുള്ള തസ്ബീഹ് പ്രകീർത്തനം സ്തോത്ര കീർത്തനം നിരന്തരമായി നിർവഹിക്കുന്നവരാണ്. വയുഅ്മിനൂന ബിഹി, അവർ പടച്ച റബ്ബിൽ വിശ്വസിക്കുകയും ചെയ്യുന്നു. വയസ്തഗ്ഫിറൂന, അവർ പാപമോചനം തേടിക്കൊണ്ടിരിക്കുകയാണ്. ലില്ലദീന ആമനു, വിശ്വാസികളായ ആളുകൾക്ക് വേണ്ടി. വിശ്വാസികളായ ആളുകൾക്ക് വേണ്ടി വിശ്വസിച്ചവർക്ക് മലായിക്കത്തുകൾ പടച്ച റബ്ബിനോട് ഇസ്തിഗ്ഫാർ പാപമോചനം തേടിക്കൊണ്ടിരിക്കുന്നു. റബ്ബന, അവർ പറയുന്നു, ഞങ്ങളുടെ രക്ഷിതാവേ, വസിഅത് കുല്ല ശൈഇൻ റഹ്മ, എല്ലാ കാര്യത്തിലും നിന്റെ കാരുണ്യം വിശാലമായിരിക്കുകയാണ്. വഇൽമ, നിന്റെ അറിവും കാരുണ്യവും വിശാലമാകാത്ത ഒന്നുമില്ല തന്നെ. ഫഗ്ഫിർ, അതുകൊണ്ട് റബ്ബേ നീ പുറത്തു കൊടുക്കണം. ലില്ലദീന താബു, പശ്ചാത്തപിക്കുന്ന ആളുകൾക്ക്. വത്തബഉ സബീലക, പല മാർഗങ്ങളും അവർ കണ്ടുമുട്ടും ആ സമയത്ത്. വഅന്ന ഹാദാ സിറാത്തി മുസ്തഖീമ എന്ന് പ്രവാചകൻ പറഞ്ഞല്ലോ. പടച്ച റബ്ബിലേക്കുള്ള യഥാർത്ഥ സൽപാന്താവ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് കാണിച്ചു തന്നത്. ആ പാതയിൽ, അതാണ് വത്തബഉ സബീലക, പ്രവാചകൻ പഠിപ്പിച്ച നിന്നിലേക്ക് എത്തുന്ന നേർപാന്താവിലൂടെ ജീവിതം നയിക്കുന്ന ആളുകൾക്കും വഖിഹിം അദാബൽ ജഹീം, നരകശിക്ഷയിൽ നിന്ന് അവരെ നീ രക്ഷപ്പെടുത്തണം. അപ്പൊ മലക്കുകൾ നമുക്ക് വേണ്ടി നമ്മുടെ നന്മയാർന്ന സഞ്ചാരത്തിന്, പാപമോചനം ലഭിക്കുന്നതിന് വേണ്ടി, നരക മോചനത്തിന് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പ്രാർത്ഥിക്കുകയാണ്. ആരാണ് ആ പ്രാർത്ഥിക്കുന്ന സൃഷ്ടികൾ? അല്ലാഹു സുബ്ഹാനഹു വ തആല മുക്രമൂൻ, ആദരണീയരായ മാലാകമാർ, സൃഷ്ടികൾ എന്ന് വിശേഷിപ്പിച്ചവർ. അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് അത്രത്തോളം മുഖറബീങ്ങളായ സൃഷ്ടികളാണ് മലക്കുകൾ. ആ മലക്കുകൾ ആദ്യമായി ഏറ്റവും കൂടുതൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്കാണ് എന്ന് 33-ാം അധ്യായം സൂറത്തുൽ അഹ്സാബിലൂടെ അല്ലാഹ് അറിയിച്ചിട്ടുണ്ട്. ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. ഇന്നല്ലാഹു വ മലായികതഹു, തീർച്ചയായും അല്ലാഹു പ്രവാചകന് നന്മകൾ, കാരുണ്യം, അനുഗ്രഹം ചെയ്തു കൊടുക്കുന്നുണ്ട്. മലക്കുകൾ പ്രവാചകന്റെ നന്മക്ക് വേണ്ടി പടച്ച റബ്ബിനോട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ സത്യവിശ്വാസികളെ, സ്വല്ലു അലൈഹി, നിങ്ങൾ പ്രവാചകന് വേണ്ടി സ്വലാത്തിനെ തേടണം, പ്രവാചകന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം, അനുഗ്രഹം ചോദിക്കണം. വസല്ലിമു തസ്ലീമാ, പടച്ച റബ്ബിന് പൂർണ്ണമായി നിങ്ങൾ വിധേയപ്പെടണം, പ്രവാചകന്റെ കൽപ്പനക്ക് വിധേയപ്പെട്ടുകൊണ്ട്. അപ്പൊ മലക്കുകൾ പ്രവാചകന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. അതേപോലെ പടച്ച റബ്ബിലെ കടുത്ത അടിമകൾക്ക് വേണ്ടി, വിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പൊ മലക്കുകളുടെ പ്രാർത്ഥനയിൽ ഇടം പിടിക്കണമെങ്കിൽ ഈ ആയത്ത് നമ്മെ അറിയിക്കുന്നത് ലില്ലദീന താബു, പശ്ചാത്താപ മനസ്സ് നമുക്കുണ്ടോ? മനുഷ്യരാണ് നമ്മൾ, പാപികളായ മനുഷ്യർക്ക് പാപം ചെയ്യാത്ത മലക്കുകളുടെ പ്രാർത്ഥന ലഭിക്കുകയാണ്. മലക്കുകൾ പാപം ചെയ്യൂല. അള്ളാഹുവിനെ സ്തുതിക്കുക, അള്ളാന്റെ കൽപ്പനകൾക്ക് പൂർണ്ണമായി വിധേയപ്പെട്ട ആ കൽപ്പനകൾ യഥോചിതം നിർവഹിക്കുക, ഇതാണ് മലക്കുകളുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. ആ മലക്കുകൾ പാപികളായ നമുക്ക് വേണ്ടി, മനുഷ്യർക്ക് വേണ്ടി, വിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. പക്ഷെ ആ പ്രാർത്ഥന ലഭിക്കുന്ന അനുഗ്രഹീതരാരാണ്?
അടിമകൾ ആരാണ് എന്ന് ചോദിച്ചാൽ 40-ാം അധ്യായം സൂറത്ത് ഗാഫിറിലെ 7-ാം സൂക്തത്തിലൂടെ നമ്മൾ പഠിച്ചെടുക്കുകയാണ്, മനസ്സിലാക്കുകയാണ്, തിരിച്ചറിയുകയാണ്. ലില്ലദീന താബൂ, അവർ പശ്ചാത്തപിക്കുന്നവരാണ്. അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. വത്തബഉ സബീലക, പടച്ച റബ്ബിന്റെ മാർഗത്തിൽ അടിയുറച്ച് നിൽക്കുന്നവരുമാണ് എന്ന് വിശുദ്ധ ഖുർആൻ 42-ാം അധ്യായം 5-ാം സൂക്തം. വൽ മലായികതു യുസബ്ബിഹൂന ബിഹംദി റബ്ബിഹിം, തങ്ങളുടെ രക്ഷിതാവിന്റെ ഹംദിലൂടെ മലക്കുകൾ അതാ പടച്ച റബ്ബിനെ പ്രകീർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നു. വയസ്തഗ്ഫിറൂന ലിമൻ ഫിൽ അർളി അലാ ഇന്നല്ലാഹു ഹുവൽ ഗഫൂറുർ റഹീം. വയസ്തഗ്ഫിറൂന, മലക്കുകൾ അതാ ഇസ്തിഗ്ഫാർ തേടിക്കൊണ്ടിരിക്കുന്നു. ലിമൻ ഫിൽ അർളി, ഭൂമിയിലുള്ളവർക്ക് വേണ്ടി. അലാ, നിങ്ങൾ അറിയണേ, ഇന്നല്ലാഹ, തീർച്ചയായും അല്ലാഹു, ഹുവൽ ഗഫൂറുർ റഹീം, അവനെല്ലാം പൊറുക്കുന്നവനും കരുണാവാരിധിയുമാണ്. മലക്കുകൾ പാപമോചനം തേടിക്കഴിഞ്ഞാൽ ആ പ്രാർത്ഥന പ്രത്യേകം പരിഗണിക്കുമെന്നാണ് ഈ പറഞ്ഞതിന് ശേഷം പടച്ച റബ്ബ് പൊറുക്കുന്നവനും കരുണാനിധിയുമാണ് എന്നതിന്റെ തഫ്സീർ. ദുആഉൽ മലായികത്തി മുസ്തജാബ് എന്നാണ്, അഥവാ മലക്കുകളുടെ പ്രാർത്ഥന ഉത്തരം നൽകപ്പെടുന്ന പ്രാർത്ഥനയാകുന്നു എന്ന്. പിന്നെ ഇവിടെ ലിമൻ ഫിൽ അർളി, ഭൂമിയിലുള്ളവർക്ക് വേണ്ടി എന്ന് പറഞ്ഞാൽ അല്ലദീന ആമനു വതാബു വസ്തഗ്ഫറു, പടച്ച റബ്ബിനോട് ഇസ്തിഗ്ഫാർ തേടുന്ന, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പന അംഗീകരിക്കുന്ന, അള്ളാഹുവിന്റെ ഇഷ്ടദാസീദാസന്മാരായി ജീവിക്കുന്നവർ, അവർ മനുഷ്യ സഹജമായി അവർക്കിടക്ക് വല്ല പാപങ്ങളും തെറ്റുകളും വന്നു കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് അവർ തേടിക്കഴിഞ്ഞാൽ, മലക്കുകൾ തേടിയാൽ അതിന്റെ ഉത്തരം അല്ലാഹ് നൽകും, നമുക്ക് ഇസ്തിഗ്ഫാർ ലഭിക്കുന്നതാണ് എന്ന്. ഇനി ഹദീസുകളിൽ, പ്രവാചക വചനങ്ങളിൽ മലക്കുകൾ തേടുകയാണ് ചിലർക്ക് വേണ്ടി. ആർക്കൊക്കെ വേണ്ടിയാണ്? അൻ അബീ ഉമാമ ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അല സ്വഫിൽ അവ്വൽ. ഇന്നല്ലാഹ വ മലായികതഹു, തീർച്ചയായും അല്ലാഹു, വ മലായികതഹു, മലക്കുകളും. അല്ലാഹു സുബ്ഹാനഹു വ തആല നന്മ ചെയ്തു തരും, ബറക്കത്ത് നൽകുമെന്നാൽ, ജീവിതത്തിൽ അനുഗ്രഹം നൽകും. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല യുസല്ലു എന്ന് പറഞ്ഞാൽ യുസല്ലൂന എന്നതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്. എന്നാൽ വ മലായികത്തു, അല്ലാഹുവിന്റെ മലക്കുകൾ, യുസല്ലൂന അല സ്വഫിൽ അവ്വൽ, ആർക്ക് വേണ്ടിയാണ്? ഒന്നാമത്തെ സ്വഫ് നേടുന്നവർക്ക് വേണ്ടിയാണ്, ഒന്നാമത്തെ സ്വഫിൽ ഇരിക്കുന്നവർക്ക് വേണ്ടി. ജുമാഅയാകട്ടെ, ജമാഅത്താകട്ടെ, പള്ളിയിലേക്ക് വരുന്ന വരവിലൊക്കെ ഒന്നാമത്തെ സ്വഫിനെ തേടുന്ന ആളുകളുണ്ട്. അതിന് പ്രത്യേക പുണ്യമുണ്ട് എന്ന്. ആ സമയത്ത് സഹാബികൾ ചോദിക്കുകയാണ്, ഖാലു യാ റസൂലല്ലാഹ്, അള്ളാന്റെ ദൂതരെ, വഅല സാനി, രണ്ടാമത്തെ സ്വഫിൽ ഇരിക്കുന്നവർക്കോ? ഖാല ഇന്നല്ലാഹു വ മലായികതഹു, അള്ളാഹു പ്രത്യേകം നന്മ ചെയ്തു കൊടുക്കലും മലക്കുകൾ പടച്ച റബ്ബിനോട് പ്രാർത്ഥിക്കലും അല സ്വഫിൽ അവ്വൽ, ഒന്നാമത്തെ സ്വഫിൽ ഇരിക്കുന്നവർക്ക് വേണ്ടിയാണ്. 1-2 തവണ സഹാബികൾ ഇത് ആവർത്തിക്കുകയാണ്. അവസാനം ഖാലു യാ റസൂലല്ലാഹ് വഅല സാനി, രണ്ടാമത്തെവർക്കും വല്ല വകുപ്പുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ വഅല സാനി, രണ്ടാമത്തെ സ്വഫിൽ ഇരിക്കുന്നവർക്കും എന്ന് പറയാം. ഒന്നാമത്തെ സ്വഫിന്റെ പ്രാധാന്യം, അതിൽ തന്നെ വലതു ഭാഗത്തിന്റെ പ്രാധാന്യം. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? പള്ളിയിലേക്ക് നേരത്തെ വന്ന് ജമാഅത്ത് നമസ്കാരങ്ങളും ജുമുഅയൊക്കെ ആയിരുന്നാലും ഈ വലിയ മലക്കുകളുടെ പ്രത്യേക പ്രാർത്ഥന ലഭിക്കുന്ന സൽക്കർമ്മം, പുണ്യം, അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നന്മ ചെയ്തു തരുമെന്ന് ഹദീസിലൂടെ പഠിപ്പിക്കപ്പെട്ട കർമ്മമാണ്. മറ്റ് ഉത്തരവാദിത്വവും എൻഗേജ്മെന്റും ഇല്ല എങ്കിൽ പള്ളിയുമായി ബന്ധപ്പെട്ടത്, ഒന്നാമത്തെ സ്വഫിൽ ഇരുന്ന് പടച്ച റബ്ബിനോട് അടുക്കാനും മലക്കുകളുടെ പ്രാർത്ഥന പ്രതീക്ഷിക്കാനും വകുപ്പുള്ള നീക്കുപോക്കുകൾ നടത്താൻ സാധിക്കുമെങ്കിൽ ഫസ്റ്റ് സ്വഫിൽ തന്നെ സാന്നിധ്യം അറിയിച്ചോളണമെന്നാണ്. ഇനി മറ്റൊരു ഹദീസ്, മറ്റുള്ളവർക്ക് ഇൽമ്, അറിവ് പകർന്നു നൽകുന്നവർക്ക് വേണ്ടി മലക്കുകൾ പ്രാർത്ഥിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഗുണം ചെയ്തു കൊടുക്കുകയാണ്. ആകാശലോകത്തും ഭൂമിയിലുള്ളവരും എല്ലാം പ്രാർത്ഥിക്കുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസിന്റെ അവസാന ഭാഗം, സുമ്മ ഖാൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇന്നല്ലാഹ വ മലായികതഹു വ അഹ്ലുസ് സമാവാതി വൽ അർളീൻ ഹത്ത النملة في جحرها وحتى الحوت ليصلون على معلم الناس خيرا. ജനങ്ങൾക്ക് നന്മ അറിയിക്കുന്നവർ, അതാണ് അലാ മുഅല്ലിമിൻ നാസി ഖൈറ. ഭാര്യ ഭർത്താവിനോട്, ഭർത്താവ് ഭാര്യക്ക്, മാതാപിതാക്കൾ മക്കൾക്ക്, മക്കൾ മാതാപിതാക്കൾ, അയൽവാസികൾക്കിടക്ക്, ആലിമുകൾ, ആബിദുകൾ, എല്ലാം അള്ളാഹുവിലേക്ക് എത്തിക്കുന്ന ഇൽമ, അറിവ് ഏതാകട്ടെ, ആ വിഷയത്തിലൊക്കെ ഒരു ഗൈഡ് ലൈൻ അങ്ങ് കൊടുത്തു കഴിഞ്ഞാൽ ആരൊക്കെയാണ്? ഇന്നല്ലാഹ, തീർച്ചയായും അള്ളാഹു നമുക്ക് ഗുണം ചെയ്തു തരും. വ മലായികത്തും, മലക്കുകൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും.
വാഹുലുസ് സമാവാത്തി ആകാശ ലോകത്തുള്ളവർ, വൽ അർളീൻ ഭൂമിയിലുള്ളവർ, ഹത്തൻ നംലത ഉറുമ്പ് പോലും, ഫീ ജുഹരിഹാ ഉറുമ്പ് പോലും അതിന്റെ മാളത്തിൽ നിന്ന് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടൊരു ഇൽമ്, ഒരറിവ്, അത് നമ്മുടെ അയൽവാസിക്കോ നമ്മുടെ കൂടെ ജീവിക്കുന്നവർക്കോ ആവശ്യമാണ് എങ്കിൽ ആ അറിവ് പകർന്നു കൊടുക്കുന്നതിലൂടെ നമുക്ക് ലഭിക്കുന്ന ആത്മീയ നേട്ടം. വഹത്തൽ ഹൂത മത്സ്യം വരെ, കടലിന്റെ ആഴിയിലുള്ള നദിയിലുള്ള സമുദ്രത്തിലുള്ള മത്സ്യം വരെ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ഇത്തരക്കാർക്ക് വേണ്ടി. ലയുസല്ലൂന അവരൊക്കെ പ്രാർത്ഥിക്കും അലാ മുഅല്ലിമിൻ നാസി ഖൈറാ ജനങ്ങൾക്ക് വേണ്ടി നന്മ അറിയിച്ചു കൊടുക്കുന്ന ആളുകൾക്ക്. മലക്കുകളുടെ പ്രാർത്ഥന അതാണ് നമ്മുടെ വിഷയം. മലക്കുകൾ പ്രത്യേകം പ്രാർത്ഥിക്കണം അറിവ് പകർന്നവർക്ക് വേണ്ടി. ഇനി മറ്റൊരു ഹദീസ് അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ മാ മിൻ യൗമിൻ യുസ്ബിഹു വൽ ഇബാദു ഫീഹി മാ മിൻ യൗമിൻ ഒരു ദിവസം, ഒരു പ്രഭാതം, ഇന്ന് നമ്മളൊരു ദിവസത്തിലാണ്, ഓരോ പ്രഭാതത്തിലും സംഭവിക്കുന്നത് ഇല്ലാ മലക്കാനി യൻസിലാനി രണ്ട് മലക്കുകൾ ഇറങ്ങി വരികയാണ്. ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസ്. ഇല്ലാ മലക്കാനി യൻസിലാനി ഓരോ പ്രഭാതത്തിലും രണ്ട് മലക്കുകൾ ഇറങ്ങി വരുന്നു. ഫയഖൂലു അഹദുഹുമാ അതിലൊരു മലക്ക് പറയും, പ്രാർത്ഥിക്കും, അല്ലാഹുമ്മ അഅതി മുൻഫിഖൻ ഖലഫാ അല്ലാഹുമ്മ അല്ലാഹുവേ അഅതി നീ നൽകണമേ, നീ വിശാലമാക്കി കൊടുക്കണമേ, മുൻഫിഖൻ ഖലഫ ചെലവഴിക്കുന്നവർക്ക്, ധർമ്മം കൊടുക്കുന്നവർക്കുള്ള പുണ്യം അല്ലേ, കൊടുക്കുന്നവർക്ക് അല്ലാഹുവേ നീ നിലനിർത്തി കൊടുക്കണം, വർദ്ധിപ്പിച്ചു കൊടുക്കണമെന്ന്. വയഖൂലുൽ ആഖർ രണ്ടാമത്തെ മലക്ക് പറയാ, അല്ലാഹുമ്മ അഅതി മുംസികൻ തലഫ പിടിച്ചു വെക്കുന്നവൻ, പിശുക്ക് കാണിക്കുന്നവൻ, കൊടുക്കേണ്ട അവസരങ്ങൾ കിട്ടിയിട്ടും അതിനുള്ള സാമ്പത്തിക ശേഷി ഉണ്ടായിട്ടും അതല്ലെങ്കിൽ ഉള്ളതിൽ നിന്ന് വല്ലതും കൊടുക്കാൻ കഴിഞ്ഞിട്ടും എന്നാൽ ഇത്തരത്തിലുള്ള അറിവിന്റെ അടിസ്ഥാനത്തിൽ പ്രതിഫലം പ്രതീക്ഷിക്കാതെ അനുഗ്രഹം ആർജിച്ചെടുക്കാത്ത ആളുകൾ, അല്ലാഹുമ്മ അഅതി മുംസികൻ തലഫ പടച്ച റബ്ബേ അവരെ നീ നശിപ്പിക്കണം, അവർക്ക് നീ കുറച്ചു കൊടുക്കണം. ആരാ പ്രാർത്ഥിക്കുന്നത്? മലക്കുകളാ പ്രാർത്ഥിക്കുന്നത്. അപ്പൊ മലക്കുകളുടെ പ്രാർത്ഥന ദാനധർമ്മം നിർവഹിക്കുന്നവർക്ക് ലഭിക്കുകയാണ്. എല്ലാ ദിവസം പ്രഭാതത്തിലും ഇതുണ്ടാകുന്ന മനുഷ്യന് ഉണരുന്ന പ്രഭാതം ഏതൊക്കെയുണ്ടോ ആ പ്രഭാതത്തിലൊക്കെ ആകാശ ലോകത്ത് നിന്ന് രണ്ട് മാലാകമാർ ഭൂമിയിലേക്ക് വന്ന് അവർ നിർവഹിക്കുന്ന പ്രാർത്ഥനയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹം ഏറ്റിക്കൊടുക്കാൻ വേണ്ടി ധർമ്മത്തിലൂടെ പ്രാർത്ഥന ലഭിക്കുന്ന, അതിനുവേണ്ടി ആ പ്രാർത്ഥന നിർവഹിക്കുന്ന മലായിക്കത്തിന്റെ പ്രാർത്ഥനയിൽ ഉൾപ്പെടാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അതേപോലെ മറ്റൊരു ഹദീസിൽ അൻ അബീ ഹുറൈറത ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ ആദ മരീളൻ ആരെങ്കിലും ഒരു രോഗിയെ സന്ദർശിച്ചു കഴിഞ്ഞാൽ നാദാ മുനാദിൻ മിനസ് സമാ ആകാശ ലോകത്ത് നിന്ന് മലക്കുകൾ പറയാ, തിബ്ത നീ ഒരു നന്മയാണ് കേട്ടോ ചെയ്തത്, തിബ്ത നീ അനുഗ്രഹപൂർണനാണ്, വഥാബ മംശാക നിന്റെ ആ നടത്തം, സഞ്ചാരം, സന്ദർശനമുണ്ടല്ലോ അത് എത്രമേൽ ധന്യമാണ്, വതബവ്വഅത മിനൽ ജന്നതി മൻസില നീ വീട്ടിൽ നിനക്കൊരു വീട് പണിതുകൊണ്ടിരിക്കുകയാണ്. മറ്റൊരു ഹദീസിൽ ഖരീഫ് നീ സ്വർഗത്തിൽ നിനക്ക് ഒരു വീട് പണിതുകൊണ്ടിരിക്കുകയാണ്. മറ്റൊരു ഹദീസിൽ ഖരീഫ് എന്നാണ്, സ്വർഗത്തിൽ നീ ഒരു ഫലദായകമായ തോട്ടം അതിന്റെ ഉടമയായി കൊണ്ടിരിക്കുകയാണ് എന്ന്. മലക്കൾ പ്രാർത്ഥിക്കുക നമ്മുടെ സ്വർഗത്തിന് വേണ്ടി. എന്താ ചെയ്ത കർമ്മം? രോഗിയെ സന്ദർശിക്കുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുവചനം മറ്റൊരു ഹദീസിൽ കാണാം, ആരെങ്കിലും 1,40,000 മലക്കുകളുടെ പ്രാർത്ഥന നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? 1,40,000 മലക്കുകൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഹജ്ജ് കഴിഞ്ഞു അല്ലേ, ഉംറക്കും ഹജ്ജിനും ഒക്കെ പോകുന്ന ആളുകളോട്, അവരൊക്കെ തെറ്റ് ചെയ്യാൻ സാധ്യതയുള്ളവരും ചെയ്തവരുമാകാം, എന്നാലും പ്രാർത്ഥനയ്ക്ക് വേണ്ടി വസിയത്ത് പറയാറുണ്ട്, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന്. എങ്കിൽ തെറ്റുകുറ്റങ്ങൾ പറ്റാത്ത മലക്കുകൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. 1,40,000 മലക്കുകളുടെ പ്രാർത്ഥന ലഭിക്കുകയാണ്. ആരെങ്കിലും ഒരു പ്രഭാതത്തിൽ രോഗിയെ സന്ദർശിക്കുകയാണ് എങ്കിൽ സായാഹ്ന സമയം വരെ, വൈകുന്നേരം വരെ 70,000 മലക്കുകൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. വൈകുന്നേരം ഒരു രോഗിയെ സന്ദർശിച്ചു കഴിഞ്ഞാൽ പിറ്റേന്ന് പ്രഭാതം വരെ 70,000 മലക്കുകൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. 1,00,000-ലധികം മലക്കുകളുടെ പ്രാർത്ഥന നമുക്ക് ലഭിക്കാൻ സായാഹ്ന സമയത്തും അതേപോലെ തന്നെ പ്രഭാത സമയത്തും രോഗി സന്ദർശനം നടത്തിയാൽ മതിയെന്ന്. അതൊരു ചെറിയ കാര്യമല്ല. റിയാദത്തുൽ മർള രോഗികളെ പരിചരിക്കലും സന്ദർശിക്കലും പാലിയേറ്റീവിന്റെ ഹോം കെയർ വാഹനത്തിൽ കയറിയിരുന്നു കൊണ്ട് രാവിലെ തന്നെ നിശ്ചിത രോഗികളുടെ വീട്ടിലേക്ക് ആത്മാർത്ഥമായി കടന്നു ചെല്ലൽ, പേര് വരാനല്ല, ഒഫീഷ്യാലിറ്റി ഔദ്യോഗികത തീർക്കലല്ല, പോയില്ലെങ്കിൽ ആളുകൾ എന്ത് വിചാരിക്കും, കുടുംബം എന്ത് വിചാരിക്കും എന്നതുകൊണ്ടല്ല, മറിച്ച് എനിക്ക് 1,00,000-ൽ പരം മാലാകമാരുടെ പ്രാർത്ഥന വേണ്ട ജീവിത സന്നിഗ്ധ ഘട്ടങ്ങളിലൂടെ നീങ്ങാൻ പരീക്ഷണങ്ങൾ വരികയാണ്. ആ സമയത്ത് മലായിക്കത്തുകളുടെ പ്രാർത്ഥന എനിക്ക് അനുഗ്രഹീതമായി തീരും.
അവർ അള്ളാഹുവിലേക്ക് അടുത്ത മുഖറബീങ്ങളായ സൃഷ്ടികളാണ് എന്ന നിലക്ക് അത് നിയ്യത്താക്കി രാവിലെ രോഗിയെ സന്ദർശിച്ചാൽ വൈകുന്നേരം വരെ ലഭിക്കുന്ന ഓഫർ. ഇനി മറ്റൊരു ഹദീസിൽ ഹദ്ദസനി ഉമ്മു ദർദ ഖാലത്ത്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മു ദർദ പറയാ, അന്നഹു സമിഅ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട്, മൻ ദഅ ലി അഖീഹി ബിളഹിരിൽ ഗൈബി, മൻ ദഅ, ആരാണോ പ്രാർത്ഥിക്കുന്നത്, ലി അഖീഹി, തന്റെ സഹോദരന് വേണ്ടി, വിശ്വാസിയായ തന്റെ സഹോദരന് വേണ്ടി ആരാണോ പ്രാർത്ഥിക്കുന്നത്, ബിളഹിരിൽ ഗൈബി, ആ സഹോദരൻ പറഞ്ഞേൽപ്പിച്ചിട്ടില്ല, ആ സഹോദരന്റെ സാന്നിധ്യമില്ല, പക്ഷേ നമ്മൾ പ്രാർത്ഥിക്കുകയാണ് സഹോദരന് വേണ്ടി. കുടുംബ ബന്ധുവാകട്ടെ, അയൽപ്പക്കം, അതല്ലെങ്കിൽ നമ്മുടെ മറ്റ് ജീവിത മേഖലകളിൽ സുഹൃത്തുക്കളായിട്ടുള്ളവർ, വിശ്വാസി സമൂഹത്തിൽ ആരാകട്ടെ, അവരുടെ അവസ്ഥ നമ്മൾ മനസ്സിലാക്കി, പ്രയാസത്തിലാണ്, പരീക്ഷണത്തിലാണ് എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞു. അവർക്ക് വേണ്ടി നമ്മൾ അള്ളാഹിനോട് പ്രാർത്ഥിക്കണം. അവർ നമ്മോട് പറയാതെ അവരുടെ റിസ്ക്കിന്റെ വർധനവിന് വേണ്ടി, രോഗശമനത്തിന് വേണ്ടി, ജീവിതത്തിൽ ആശ്വാസം ലഭിക്കാൻ വേണ്ടി, ആരോഗ്യ സുസ്ഥിരതയ്ക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയാണ് എങ്കിൽ ഖാലൽ മലക്കുൽ മുവക്കൽ, ഏൽപ്പിക്കപ്പെട്ട മലക്ക് പറയാണ് ആമീൻ, നമ്മുടെ ആ പ്രാർത്ഥനക്ക് ഉത്തരം പറയുകയും വലക്ക ബിമിസ്ലിൻ, വലക്ക നിനക്കുമുണ്ട്, ബിമിസ്ലിൻ, നീ ആ പ്രാർത്ഥിച്ചതുപോലെ. നമ്മൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിൽ ഉത്തരം ലഭിക്കുന്നതിനേക്കാളും വേഗത്തിൽ ഉത്തരം ലഭിക്കുന്ന വേളയാണ് സഹോദരന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക. സഹോദരന്റെ അസുഖത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അതുവഴി മലക്ക് പറയാൻ നിനക്കും അതുണ്ട് എന്ന് നമ്മൾ ഒഴിവാക്കണം. പക്ഷെ ഇതൊക്കെ പ്രാർത്ഥിക്കണമെങ്കിൽ ആ ഒരു തലത്തിലേക്ക് എത്തണം. ഹൃദയവിശാലത, ഈർഷ്യതയില്ലാതിരിക്കുക, അസൂയയില്ലാതിരിക്കുക, പരോപകാര പ്രവണത ഉണ്ടാകുക, സ്നേഹം ഉണ്ടാകുക, വിശ്വസ്തത ഉണ്ടാകുക, ഉൾക്കൊള്ളാൻ കഴിയുക, അങ്ങനെ ഒരുപാട് ക്വാളിറ്റികൾ ഇത് നിർവഹിക്കുന്ന വിശ്വാസിയിലേക്ക് കടന്നു വരും. ആ ക്വാളിറ്റി വന്നു കഴിഞ്ഞാൽ പടച്ച റബ്ബ് അവനും അനുഗ്രഹം നൽകും. മലക്കുകൾ അതിനുവേണ്ടി നിരന്തരമായി പ്രാർത്ഥിക്കുകയും ചെയ്യും, നിനക്കും അത് ഉണ്ട് എന്ന്. അപ്പൊ ഈ പറയുന്ന ഇനിയുമുണ്ട്. അപ്പൊ ഈ പറയുന്ന വിഷയങ്ങൾ, രോഗി സന്ദർശനം, പാവപ്പെട്ടവരെ സഹായിക്കാൻ സമ്പത്ത് നീക്കിവെക്കൽ, മറ്റുള്ളവർക്ക് വേണ്ടി ദുആയിരക്കൽ, അറിവ് പകർന്നു കൊടുക്കൽ, അതേപോലെ തന്നെ തൗബ ചെയ്ത് പടച്ച റബ്ബിലേക്ക് മടങ്ങൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ച ഇസ്ലാമിന്റെ പ്രാമാണികമായ ജീവിത രീതിയിലൂടെ, മാർഗത്തിലൂടെ മുന്നോട്ട് നീങ്ങൽ. ഈ വഴിക്കൊക്കെ മുന്നേറുന്ന ആളുകൾക്ക് അള്ളാഹുവിലേക്ക് അടുത്ത മാലാകമാരുടെ പ്രാർത്ഥനയുണ്ട് എന്നാണ് ഹദീസുകൾ പഠിപ്പിക്കുന്നത്, ആയത്തുകൾ അറിയിക്കുന്നത്. അത്തരക്കാരിൽ ഉൾക്കൊള്ളുവാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹില്ലദീ അൻഅമനാ വഅസ്അദനാ ബിഹിദായത്തിൽ ഇസ്ലാം, വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ കരീം അൽ-അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, സത്യവിശ്വാസി വിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ സന്ദർഭങ്ങളിലും പാലിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ റിളയും മഹബ്ബത്തും നഷ്ടപ്പെടാതെ തഖ്വ നിലനിർത്തിക്കൊണ്ട് മുന്നേറുന്ന മുഅ്മിനുകളിൽ ഉൾപ്പെടണമേ എന്ന് രണ്ടാമതൊരിക്കൽ കൂടി എന്നെയും നിങ്ങളെയും ഉണർത്തുകയാണ്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ ഇന്ന് ജുമുഅക്ക് പങ്കെടുക്കുന്ന ഈ സമയം, ഇന്നലെയും ഇന്നുമായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന വാർത്തകളിൽ ഏറെ സങ്കടകരമായ കാഴ്ചകളാണ്, റിപ്പോർട്ടുകളാണ്. അഹമ്മദാബാദിൽ നിന്ന് ലണ്ടനിലേക്ക് തിരിച്ച ഫ്ലൈറ്റ്, 250ഓളം ആളുകൾ 1000 സ്വപ്നങ്ങളുമായി പറന്നു പൊങ്ങി അതൊരു തീഗോളമായി എരിഞ്ഞമർന്ന കാഴ്ച. ഒരുപാട് ചിന്തകൾ, മനുഷ്യജീവിതത്തിൻ്റെ നിസ്സഹായതകൾ, വെല്ലുവിളികൾ, അനിശ്ചിതാവസ്ഥകൾ നമ്മെ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. മരണത്തിൻ്റെ ഭിന്ന മുഖങ്ങൾ, വിവിധ രീതികളൊക്കെ പലപ്പോഴും നമ്മൾ കാണാറുണ്ട് സോഷ്യൽ മീഡിയകളിൽ, വാട്സപ്പ് വീഡിയോകളായിട്ട്, അല്ലേ? എത്ര നശ്വരമാണ്. പകയിലും വിദ്വേഷത്തിലും ഒക്കെയായി ജീവിക്കുന്ന മനുഷ്യർ പരസ്പരം ഒന്ന് പങ്കുവെച്ച് നന്നാകാൻ പോലും അവസരം ലഭിക്കാത്ത വിധത്തിൽ വിട പറയുന്ന ഒരുപാട് രംഗങ്ങളുണ്ട്. അപ്പം അതുകൊണ്ട് ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെ കാണുമ്പോൾ വിശ്വാസികൾ എന്ന നിലക്ക് നമ്മൾ പഠിക്കേണ്ട പാഠം, വിശ്വാസം അത് സത്യവിശ്വാസമാണ് എന്ന് ഉറപ്പുവരുത്തുക. വിശ്വാസം സത്യവിശ്വാസമാണ് എന്ന് ഉറപ്പുവരുത്തുക. നമ്മൾ നിർവഹിക്കുന്ന കർമ്മങ്ങളൊക്കെ സൽക്കർമ്മങ്ങളാണ് എന്നും കൺഫേം ചെയ്യണം. നമ്മുടെ സ്വഭാവം സൽസ്വഭാവമാണ് എന്നും അരക്കിട്ട് ഉറപ്പിക്കാൻ കഴിയണം. സത്യവിശ്വാസവും സൽക്കർമ്മവും സൽസ്വഭാവവും ഒക്കെയായിട്ട് ഈ ലോകത്തോട് വിട പറഞ്ഞാൽ, അത് ഏത് രൂപത്തിൽ വിട പറഞ്ഞാലും കുഴപ്പമില്ല. മരണത്തിൻ്റെ മുഖം നമ്മൾ കാണുമ്പോൾ വിചാരിക്കും അത് കടലിൽ
അതല്ലെങ്കിൽ കരയിൽ തീപിടുത്തത്തിൽ, അല്ലെങ്കിൽ മിസൈൽ പതിച്ച് പല രൂപത്തിലുള്ള മരണങ്ങൾ, ആക്സിഡന്റിൽ, അല്ലെങ്കിൽ രോഗം ബാധിച്ച് എങ്ങനെ മരിക്കുന്നു എന്നതൊന്നും ഒരു വിഷയമല്ല. നമ്മൾ കാണുന്ന കാഴ്ചയിൽ നമുക്ക് തീ പിടിച്ച് മരിക്കുമ്പോൾ ഒന്നും അല്ലാതായി എന്ന് വിചാരിക്കും. പക്ഷേ സെറ്റിന് മാത്രം കംപ്ലൈന്റ്. നമ്മൾ പറയില്ല മൊബൈലിലെ സെറ്റാണ് കേട് വന്നത്, സിമ്മിനൊരു കുഴപ്പമില്ല എന്ന് പറഞ്ഞ പോലെ ആത്മാവിനൊരു പോറലുണ്ടാവില്ല. ആത്മാവ് ആലമുൽ അർവാഹ്, ആത്മാക്കളുടെ ലോകത്തിലേക്ക് പോകും. യസ്അലൂന കനി റൂഹ് എന്ന് ചോദിച്ചില്ല പ്രവാചകരെ, ആത്മാവിനെ കുറിച്ച് താങ്കളോട് അവർ ചോദിക്കുകയാണ്. ആത്മാവിന്റെ അമരത്വം, ആത്മാവിനൊരു അനശ്വരതയുണ്ട്. ആ ആത്മാവ് അന്ത്യനാൾ സംഭവിച്ചു കഴിഞ്ഞാൽ ആത്മാവ് നമ്മുടെ സെറ്റിൽ വീണ്ടും ആക്ടിവേഷൻ നടത്തപ്പെടും. ശരീരം പടച്ച റബ്ബ് കുൻ ഫയക്കുൻ എന്ന് പറഞ്ഞ പോലെയാണ്. പുനരുദ്ധാരണം നടത്തും, എന്നിട്ട് വിചാരണയ്ക്ക് വിധേയാക്കും. അപ്പൊ ആ സമയത്ത് നമ്മളൊക്കെ മരിച്ചു പിരിയുമ്പോൾ എങ്ങനെ മരിച്ചു പിരിഞ്ഞാലും ശരീരത്തിന് എന്ത് പോറലേറ്റാൽ അതൊരു പ്രശ്നമല്ല. ആത്മാവിനേൽക്കുന്ന ആദർശപരമായ പോറൽ, അതിന്റെ സംസ്കരണം നഷ്ടപ്പെടുത്തിയിട്ടുള്ള പോറലുകൾ, വിള്ളലുകൾ, വിശ്വാസ വൈകൃതങ്ങൾ, സാമ്പത്തിക ഇടപാടുകൾ, ധർമ്മങ്ങൾ, സദാചാരങ്ങൾ, ബന്ധവിശുദ്ധികൾ, ഇതിലൊക്കെ വീഴ്ച വരുത്തിയാൽ ശരീരത്തിനേൽക്കുന്ന പോറലുകളേക്കാൾ വലിയ പോറലുകൾ, പോരായ്മകൾ തീർച്ചയായും നമ്മുടെ ആത്മാവിനെ ഏറ്റുകഴിഞ്ഞാൽ അത് വലിയ പ്രയാസമാണ്. അല്ലേ? യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മയിന്ന 89-ാം അധ്യായം സൂറത്തുൽ ഫജ്റിലെ 27 മുതൽ 30 വരെയുള്ള സൂക്തങ്ങൾ അതായിരിക്കണം ഈ സമയത്തൊക്കെ നമ്മൾ ഓർക്കേണ്ടത്. യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മയിന്ന, സമാധാനമടഞ്ഞ ആത്മാവേ, ഇർജിഇ ഇലാ റബ്ബിക റാദിയത്തൻ മർദിയ, നീ നിന്റെ രക്ഷിതാവിങ്കലേക്ക് തൃപ്തിപ്പെട്ടും തൃപ്തി സ്വീകരിക്കപ്പെടുന്ന രൂപത്തിൽ നീ കടന്നു വാ, മടങ്ങിക്കൊള്ളുക. ഇർജിഇ ഇലാ റബ്ബിക റാദിയത്തൻ മർദിയ ഫദ്ഖുലി ഫീ ഇബാദി, അങ്ങനെ സച്ചരിതരും സൽക്കർമ്മകാരികളുമായ എൻ്റെ അടിമകൾ നീ പ്രവേശിച്ചു കൊള്ളുക. ഫദ്ഖുലി ഫീ ജന്നതി, സ്വർഗത്തിൽ നീ പ്രവേശിക്കുക. ഇത് നമുക്ക് കിട്ടണം. അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള ഓർമ്മപ്പെടുത്തലായി മരണങ്ങൾ മാറണം. ഉമർ റളിയല്ലാഹു അൻഹു പറയാറുണ്ട്, ഒരു ഉത്ബോധനവും വേണ്ട, ഒരു സംഭാഷണവും സംസാരവും പ്രസംഗത്തിൻ്റെയും ആവശ്യമില്ല. കഫാ ബിൽ മൗതി വാഇള, മരണം മാത്രം മതി. വാഇൽ, ഉപദേശകനായിട്ട് എണ്ണം, മരണം മാത്രം മതി എന്നാണ്. അപ്പോൾ മരണം ഇങ്ങനെ കാണുമ്പോൾ നമ്മളൊക്കെ എപ്പോൾ മരിക്കും, നമ്മുടെ മരണ വാർത്ത ആരൊക്കെ വായിക്കും, നമുക്കൊരിക്കലും പറയാൻ സാധിക്കില്ല. ഒമാ തദ്രി നഫ്സും ബി അയ്യി അർദിൻ തമൂത്ത്, ഏത് മണ്ണിൽ വെച്ച്, വിണ്ണിൽ വെച്ചാണോ മണ്ണിൽ വെച്ചാണോ, കരയിലാണോ കടലിലാണോ, സമ്പന്നതയിലാണോ ദാരിദ്ര്യത്തിലാണോ, എവിടെ വെച്ച് എങ്ങനെ, സ്വദേശത്താണോ വിദേശത്താണോ, അടുക്കളയിലാണോ അങ്ങാടിയിലാണോ, എവിടെ വെച്ച് ഈ ലോകത്തോട് വിട പറയുമെന്ന് ഒരാൾക്കും പറയാൻ സാധ്യമല്ല. ഒമാ തദ്രി നഫ്സും ബി അയ്യി അർദിൻ തമൂത്ത്, ഏത് മണ്ണിൽ വെച്ച് നിങ്ങൾ മരിച്ചു പിരിഞ്ഞു പോകും പറയാൻ കഴിയില്ല. എപ്പ മരിച്ചു പിരിഞ്ഞാലും വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ, പൂർണ്ണ മുസ്ലിങ്ങളായിക്കൊണ്ടല്ലാതെ നിങ്ങൾ മരിക്കരുത് എന്ന കൽപ്പന തീർച്ചയായും നിറവേറ്റി പോകാൻ കഴിയണം. ഇനിത് കൊച്ചു ജീവിതം, വളരെ കുറഞ്ഞ ജീവിതം, ഒരുപാട് സ്വപ്നങ്ങളൊക്കെ നെയ്തെടുക്കും. അപ്പൊ മരണപ്പെട്ടവരിൽ തന്നെ പത്തനംതിട്ടയിൽ നിന്നുള്ള ഒരു സിസ്റ്റർ അല്ലെ 3 മാസം മറ്റേ വന്നു. അങ്ങനെ ആ സിസ്റ്റർ തൻ്റെ വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ടുള്ള മരമൊക്കെ എടുത്തു കൊടുത്ത് തിരിച്ചു പോകാൻ. ആ തിരിച്ചു 10 വയസ്സുള്ള ഒരു ആൺകുട്ടിയും 7 വയസ്സുള്ള ഒരു പെൺകുട്ടിയുമുണ്ട്. ആളുകൾ ആ വീട്ടുമുറ്റത്ത് കൂടിയപ്പോൾ 7 വയസ്സുള്ള ആ കുട്ടി ചോദിക്കുക, എന്താ അവിടെ അങ്ങനെ ആള് കൂടുന്നത് എന്ന്. പറയാൻ സാധിക്കണില്ല, അമ്മ മരിച്ചിട്ടുണ്ട് എന്ന്. ഓണം വെക്കേഷനിൽ വരും, എന്നിട്ട് നമുക്ക് ഹൗസ് വാമിങ് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം, ഹൗസ് വാമിങ് അന്ന് നടത്തണം, വീട്ടിലേക്ക് മാറി താമസിക്കണം എന്നാണ്. അത് ഇത്രയേ ഉള്ളൂ. നമ്മളൊക്കെ ഒരുപാട് സ്വപ്നങ്ങളുമായിട്ട് ഇതുപോലെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എന്തൊക്കെ സ്വപ്നങ്ങൾ നെയ്തെടുക്കാം. പക്ഷെ നമ്മൾ ആലോചിക്കണം, നമ്മളായാലും മക്കളായിരുന്നാലും വിശ്വാസികൾ മുസ്ലിമീങ്ങൾ എന്ന നിലയ്ക്ക് എവിടെ വെച്ച് മരിച്ചു പിരിഞ്ഞാലും നമുക്ക് പരലോകമുണ്ട് എന്നൊരു ബോധം ഉണ്ടാകണം. അവിടെ നമുക്ക് നഷ്ടപ്പെട്ടവരെയൊക്കെ കണ്ടുമുട്ടാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. പക്ഷെ ആ ലോകത്ത് രക്ഷപ്പെടാനുള്ള മാർഗം മതപരമായി നേടിയെടുത്തിട്ടായിരിക്കണം നമ്മൾ ഈ ലോകത്തോട് വിട പറയേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിൽ ചിന്തിക്കുന്ന, അങ്ങനെയുള്ള സംസ്കരണ ചിന്തക്ക് വേണ്ടി സംഭവങ്ങളെ ഉപയോഗപ്പെടുത്തുന്ന, അങ്ങനെ ദാരുണമായ അന്ത്യത്തിന് വിധേയമായിട്ടുള്ള ആളുകളുടെ സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന, അത്തരത്തിലുള്ള പൊടുന്നനെയുള്ള അപകടങ്ങളിൽ നിന്ന് രക്ഷ ചോദിക്കുന്ന, കാവൽ ചോദിക്കുന്ന, കാവൽ ലഭിക്കപ്പെടുന്ന കർമ്മങ്ങൾ നിർവഹിക്കാൻ കഴിയുന്ന ഉത്തമരായ ദാസന്മാരിൽ, അടിമകളിൽ അവൻ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. അള്ളാഹുവെ, എല്ലാ തരത്തിലുമുള്ള പരീക്ഷണങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് നീ തുറവി നൽകണമേ നാഥ. അള്ളാഹുവെ, വളരെ കുറഞ്ഞ കാലയളവ് ജീവിതമാണ്. ഏത് സമയത്താണ് മരിച്ചു പിരിയുക എന്ന് ഞങ്ങൾക്കറിയില്ല. നിന്റെ അടുത്താണ് ആയുസ് ദൈർഘ്യവും, നിന്റെ സവിധത്തിലാണ് ആയുസിന്റെ കണക്കുമുള്ളത്. മരിച്ചു പിരിഞ്ഞാലും മരണാനന്തര ബർസഖിയായ ജീവിതത്തിൽ സമാധാനവും രക്ഷവും ലഭിക്കുന്ന വിധത്തിൽ അള്ളാഹുവെ ഈ ലോകത്തോട് വിട പറയാനുള്ള സൗഭാഗ്യവും സന്മാർഗവും ഞങ്ങൾക്ക് നീ നിലനിർത്തി തരണമേ റബ്ബേ. അള്ളാഹുവെ, മരണപ്പെട്ടവർക്ക് നീ മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യണമേ റബ്ബേ.
അള്ളാഹുവെ മരിക്കുന്നതിന് മുമ്പ് സർവ്വ കടമകളും പൂർത്തീകരിക്കുവാൻ കാര്യബോധം കാണിക്കുന്ന വിശ്വാസികളിൽ ഞങ്ങളെ നീ ചേർക്കണമേ നാഥ. ശിർക്കിൽ നിന്ന് മാറി നിന്ന്, ഹറാമിൽ നിന്ന് മാറി നിന്ന്, ബിദ്അത്തിൽ നിന്ന് മാറി നിന്ന് വിശുദ്ധ ഇസ്ലാമിന്റെ പ്രാമാണിക പ്രതലത്തിലൂടെ മരിക്കുവോളം സഞ്ചരിക്കുവാനുള്ള സന്മാർഗ സ്ഥിരത ഞങ്ങൾക്ക് നീ അനുഗ്രഹമായി ചൊരിയണമേ നാഥ. അള്ളാഹുവെ അശാന്തി നിറഞ്ഞ ലോകക്രമത്തിൽ ഫലസ്തീൻ സമൂഹത്തിന്റെ അതിജീവനം, കൊല്ലപ്പെട്ടവർക്ക് നീ ഷഹാദത്ത് നൽകണമേ നാഥ. പോരാട്ടങ്ങൾക്ക് നീ വഴിത്തിരിവ് നൽകണമേ നാഥ. പശ്ചിമേഷ്യയെ വീണ്ടും അരക്ഷിതാവസ്ഥയിലേക്ക് എത്തും വിധത്തിലുള്ള സംഭവങ്ങൾ അതിന് വീണ്ടും നാന്ദി കുറിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹുവെ എവിടേക്കാണ് എന്നില്ലാതെ ആ വിഷയങ്ങൾ, ഇഷ്യൂകൾ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നീ അറുതി നൽകണമേ നാഥ. സയനിസ്റ്റ് സാമ്രാജ്യത്തെ അജണ്ടകളെ നീ തകർക്കണമേ നാഥ. മണ്ണിന്റെ മക്കൾക്ക് ആ നാടിന്റെ നിർഭയത്വം നീ തിരിച്ചു നൽകണമേ നാഥ. അള്ളാഹുവെ ഹലാലായ ഞങ്ങളുടെയും അവരുടെയും സദുദ്യമങ്ങളെ, ഉദ്ദേശങ്ങളെ, സ്വപ്നങ്ങളെ നീ പൂർത്തീകരിച്ചു തരയണമേ റബ്ബേ. അള്ളാഹുവെ ഞങ്ങളുടെ ഉപജീവന മാർഗത്തിൽ നീ കൂടുതൽ ബറക്കത്ത് പ്രദാനം ചെയ്യണമേ റബ്ബേ. ഞങ്ങളിലെ രോഗികൾ, പ്രാർത്ഥന ആഗ്രഹിക്കുന്നവർ, അവർക്ക് നീ ശമനം നൽകണമേ നാഥ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ